നാടിന്റെ മുഴുവൻ പ്രാർത്ഥനകൾ വിഫലമാക്കി സിയ ഫാരിസ് യാത്രയായി. പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിയിട്ടും പേവിഷബാധയേറ്റ 6 വയസ്സുകാരി മരണത്തിന് കീഴടങ്ങി. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി കെ.സി. സൽമാനുൽ ഫാരിസിന്റെ മകൾ സിയ ഫാരിസാണ് മരിച്ചത്. മാർച്ച് 29-നാണ് സിയയടക്കം 6 പേർക്ക് തെരുവുനായുടെ കടിയേറ്റത്. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂളത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് സിപി ഫിറ്റിംഗ്സ്. പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിയിട്ടും പേവിഷബാധയേറ്റ 6 വയസ്സുകാരി മരിച്ചു. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി കെ.സി. സൽമാനുൽ ഫാരിസിന്റെ മകൾ സിയ ഫാരിസാണ് ഇന്നു പുലർച്ചെ മരിച്ചത്. ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് സിയയുടെ മരണം. ഇക്കഴിഞ്ഞ മാർച്ച് 29-നാണ് 6 വയസ്സുകാരിയടക്കം 6 പേരെ തെരുവുനായ കടിച്ചു പരിക്കേൽപ്പിച്ചത്. കടിയേറ്റ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 2 ഡോസും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 1 ഡോസ് വാക്സിനും സ്വീകരിച്ചിരുന്നു. തുടർന്ന് ഈ മാസം 16-ന് തുന്നലെടുത്തതിന് പിന്നാലെ 18-ന് വീണ്ടും കുട്ടിക്ക് രോഗലക്ഷണം കാണിച്ചു തുടങ്ങി. 20-ന് വീണ്ടും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ കുട്ടിയെ 23-ന് താലൂക്ക് ആശുപത്രിയിലും 25-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെയാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കടിച്ച നായയെ പിറ്റേ ദിവസം ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. തലച്ചോറിൽ നേരിട്ട് പേവിഷ വൈറസ് ബാധിച്ചതാണ് വാക്സിന്റെ ഫലപ്രാപ്തി കുറയാനും വിഷബാധയുണ്ടാകാനും കാരണമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. 6 വയസ്സുകാരിക്ക് തലയിലാണ് കടിയേറ്റിരുന്നത്. ഈ കടിയേറ്റ മുറിവ് മാരകമായിരുന്നു. തലയിൽ മാരകമായി മുറിവേറ്റതിനാൽ പെട്ടെന്ന് തന്നെ വൈറസ് തലച്ചോറിനെ ബാധിച്ചു. ഈ സാഹചര്യത്തിൽ തലച്ചോറിൽ വൈറസ് ബാധയേറ്റാൽ വാക്സിൻ ഫലപ്രാപ്തിയിൽ സാധ്യത കുറയും. ഇതാകും വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഉണ്ടാകാൻ കാരണമെന്ന് മെഡിക്കൽ കോളേജ് വിശദീകരിച്ചു. കേരള വിഷൻ, തേനിപ്പലം.